തപസ്സുകാലം അല്ലെങ്കിൽ നോൻപുകാലം ആരംഭിച്ചിട്ട് ഏതാനും ദിവസങ്ങൾ പിന്നിടുകയാണ്. ഒത്തിരിയേറെ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുമ്പോഴും പലപ്പോഴും വീഴ്ചകൾ ഈ ചെറിയ ദിവസത്തിനുള്ളിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ വന്നു പോയിട്ടുണ്ട്. തപസ്സുകാലം അല്ലെങ്കിൽ നോമ്പുകാലം എന്ന വാക്കിന് ഒത്തിരിയേറെ അർത്ഥങ്ങൾ ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. അതിലൊരർത്ഥം ഇങ്ങനെയാണ്: ജീവിതത്തിൽ വസന്തം കൊണ്ടുവരുന്ന കാലഘട്ടമാണ് തപസ്സുകാലം അല്ലെങ്കിൽ നോമ്പുകാലം. ജീവിതത്തിൽ വസന്തം വേണമെങ്കിൽ, ജീവിതത്തിൽ അനുഗ്രഹം വേണമെങ്കിൽ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ പ്രകൃതിയിലുള്ള എല്ലാവിധ സസ്യജാലകങ്ങളും അവയുടെ ഇലകളൊക്കെ പൊഴിക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം പുതിയ നാമ്പുകൾ വന്ന്, പുതിയ ശിഖരങ്ങൾ വന്ന്, പുതിയ ഫലങ്ങൾ ചൂടാൻ വേണ്ടി പ്രകൃതി തന്നെ ആ ചെടിയെ, ആ വൃക്ഷത്തെ ഒരുക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ തപസ്സുകാലം, നോമ്പുകാലം. നമ്മുടെ ജീവിതത്തിൽ വസന്തം കൊണ്ടുവരണമെങ്കിൽ നമുക്കും ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വെട്ടിയൊരുക്കുവാൻ സാധിക്കണം. ഈ തപസ് കാലത്ത് നമ്മുടെ എല്ലാവരുടെയും, ക്രൈസ്തവരായ എല്ലാ മനുഷ്യരുടെയും നെറ്റിയിൽ ചാരം പൂശിയപ്പോൾ വ്യത്യസ്തമായ അർത്ഥങ്ങൾ നമ്മളെല്ലാവരെയും ഓർമ്മപ്പെടുത്തി. പക്ഷേ അച്ഛൻ അന്ന് ഇത് ചാരം പൂശിയപ്പോൾ അച്ഛൻ്റെ മനസ്സിൽ കടന്നുകൂടിയ രണ്ട് ചിന്തകളാണ്. ഒന്ന്, ആർഷഭാരതത്തിൻ്റെ ഒരു സംസ്കാരമുണ്ട്. ഹൈന്ദവരായ എല്ലാ മനുഷ്യരും നെറ്റിയിൽ ഭസ്മം പൂശാറുണ്ട്. അതെന്താണെന്ന് ഒത്തിരിയേറെ അർത്ഥങ്ങളുണ്ട്. ഒരു സന്യാസിയോട് ചോദിച്ചപ്പോൾ ആ സന്യാസി പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ നെറ്റിത്തളത്തിൽ ഒരു പ്രത്യേക മർമ്മമുണ്ട്. അവിടേക്ക് ആഞ്ഞൊന്ന് വീശിയിട്ടുണ്ടെങ്കിൽ, ആഞ്ഞൊന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ഒരുപക്ഷെ ബോധരഹിതരായിട്ട് വീഴും, അല്ലെങ്കിൽ നമുക്ക് മരണം സംഭവിക്കാം. അത് ഓർമ്മപ്പെടുത്തതാണ് ഈ തപസ്സുകാലം. വീണ്ടും നമ്മളെ തപസ്സുകാലം, ക്രൈസ്തവരായി നമ്മളെ സംബന്ധിച്ചിടത്തോളം വൈദികരെ നെറ്റിയിൽ ചാരം പൂശുമ്പോൾ അത് മനോഹരമായ കുരിശാകൃതി ഉണ്ടെങ്കിലും അതിന് മനോഹാരിതയില്ല. അത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഈ കുരിശാകൃതിയാണ്. പല വിരൂപങ്ങളായ രൂപങ്ങളും ഭാവങ്ങളും നമ്മുടെ ജീവിതത്തിൽ, ഓരോരുത്തരുടെ ജീവിതത്തിലുണ്ട്. അതൊന്ന് നേരെയാക്കുവാൻ വേണ്ടിയുള്ള ഒരു ക്ഷണമാണ്. അതുകൊണ്ടാണ് ഈശോ വേറെ ഒന്നും പറയുന്നില്ല. സുവിശേഷത്തിൽ വിശ്വസിക്കുക, പശ്ചാത്തപിക്കുക, അല്ലെങ്കിൽ അനുതപിക്കുക, അല്ലെങ്കിൽ മാനസാന്തരപ്പെടുക. മാനസാന്തരം എന്ന വാക്ക് ഗ്രീക്കിൽ നിന്ന് വരുന്നതാണ്. അത് മെറ്റനോയി എന്ന വാക്കാണ്, വളഞ്ഞത് നേരെയാക്കുക. ഈ തപസ് കാലത്ത് നമ്മുടെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്തു കൂട്ടാമെന്നൊക്കെ പ്രതിജ്ഞ ചെയ്തിട്ട് ഒന്നും ചെയ്യാതെ ഈ ഈസ്റ്റർ നമ്മൾ ആഘോഷിച്ച് മുന്നോട്ട് പോകും. എന്തെങ്കിലുമൊക്കെ വളഞ്ഞ വഴികൾ നമുക്ക് നേരെയാക്കാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വസന്തം കൊണ്ടുവരാം. അത് നമ്മൾ മാത്രം വിചാരിച്ചാൽ മാത്രം പോരാ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ വേണം. ദൈവസഹായം വേണം. നമ്മളിലേക്ക് ഒന്നെത്തി നോക്കുവാൻ നമുക്ക് സാധിക്കണം. അതിൽ കൃപാവരത്തിന് വേണ്ടി നമുക്ക് ഈ തപസ് കാലത്ത് അല്ലെങ്കിൽ ഈ നോമ്പ് കാലത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നല്ലൊരു നോമ്പ് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ ഇടവ വൈദികരെ ആശംസിച്ചിട്ടുണ്ട്. ഞാനും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, നല്ലൊരു വസന്തം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. മറന്നു പോകരുതും, നെറ്റിത്തലത്തിൽ ഇപ്പോൾ കുരിശില്ല, വിഭൂതി. നാളിൽ നമ്മുടെ ശിരസിൽ വരച്ച കുരിശ് പല ആകൃതിയാണ്. അതൊന്ന് നേരെയാക്കാം. അതെൻ്റെയും നിങ്ങളുടെയും ഓരോരുത്തരുടെ ജീവിതമാണ്. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.